എല്ലാവരെയും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് 6th സ്റ്റാൻഡേർഡിലെ മൂന്നാമത്തെ പാഠഭാഗമായ വോളിയം അഥവാ വ്യാപ്തം അതിലെ പ്രവൃത്തി പരിചയമാണ് ചെയ്യാൻ പോകുന്നത്. ചിത്രത്തിൽ കാണുന്നത് അടുക്കി വെച്ചിരിക്കുന്ന കുറച്ച് ക്യൂബുകളാണ്. അതിൽ ഒരു ക്യൂബിന്റെ നീളം, വീതി, ഹൈറ്റ് ഇതൊക്കെ പറയുന്നത് എന്താണ്? 1 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വ്യാപ്തമാണ് നമുക്ക് കാണേണ്ടത്. കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് തൊട്ട് മുന്നിലത്തെ പേജിലേക്ക് ഒന്ന് പോകാം. വലതുവശത്തുള്ള ഈ ചെറിയൊരു ക്യൂബ്, അതിന്റെ നീളം, ഉയരം, വീതി ഒക്കെ 1 സെന്റിമീറ്റർ ആണ്. അത്തരം ക്യൂബുകൾ അടുക്കി വെച്ചിട്ടാണ് നമുക്ക് ഇടതുവശത്ത് കാണുന്ന ബ്ലോക്ക് കിട്ടുന്നത്. ഇതിന്റെ വ്യാപ്തം എങ്ങനെയാണ് കാണുന്നതെന്ന് നോക്കാം. ഇങ്ങനെ ബ്ലോക്കുകൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഉയരം വരുന്നത് 2 സെന്റിമീറ്റർ ആണ്, നീളം വരുന്നത് 5 സെന്റിമീറ്റർ, വീതി വരുന്നത് 3 സെന്റിമീറ്റർ. നമുക്ക് കാണേണ്ടത് വോളിയമാണ് അഥവാ വ്യാപ്തം. അതായത് 2 × 5 × 3. ഇവിടെ ചെയ്യുന്നത് ഉയരം ഇൻറ്റു നീളം ഇൻറ്റു വീതി, അതാണ് വോളിയം അഥവാ വ്യാപ്തം. ഇവിടെ ആൻസർ കിട്ടുന്നത് 30 ആണ്. അപ്പം 30 എന്ന് പറയാൻ പറ്റില്ല, 30 ക്യൂബിക് സെന്റിമീറ്റർ അഥവാ 30 ഘന സെന്റിമീറ്റർ എന്നാണ് പറയുന്നത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇവിടെ നമുക്ക് എത്ര ബ്ലോക്കുകൾ ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉയരവും വീതിയും നീളവും ഒക്കെ കിട്ടും. എല്ലാ അളവുകളും 4 സെന്റിമീറ്റർ വീതമാണ് വരുന്നത്. അപ്പോൾ ഇതിന്റെ വ്യാപ്തം കാണാൻ എന്താണ് ചെയ്യേണ്ടത്? 4 × 4 × 4. അതായിരിക്കും നമുക്ക് കിട്ടുന്ന ഉത്തരം. ഇവിടെ 4 × 4 16 ആണ്. 16നെ വീണ്ടും 4 കൊണ്ട് ഗുണിക്കുക, അപ്പോൾ 64 കിട്ടും. അങ്ങനെയാണെങ്കിൽ ആൻസർ എങ്ങനെയാണ് എഴുതുന്നത്? 64 ക്യൂബിക് സെന്റിമീറ്റർ അഥവാ 64 ഘന സെന്റിമീറ്റർ. ഇനി നമുക്ക് അടുത്ത ബ്ലോക്ക് നോക്കാം. ഇവിടെ ഉയരം വരുന്നത് 3 സെന്റിമീറ്റർ ആണ്. അതായത് 3 ബ്ലോക്കുകളാണ് അടുക്കി വെച്ചിരിക്കുന്നത്. പിന്നീട് വീതി വരുന്നത് 2 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ നീളം വരുന്നതും 2 സെന്റിമീറ്റർ ആണ്. അടുത്തായിട്ട് നമുക്ക് വോളിയം അഥവാ വ്യാപ്തമാണ് കാണേണ്ടത്. അത് വളരെ സിമ്പിൾ ആണ്. ഈ സൂത്രവാക്യം ഓർമ്മിച്ചു വെക്കുക. വ്യാപ്തം കാണാൻ നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം. ഇവിടെ 3 × 2 × 2. ഇവിടെ ആൻസർ കിട്ടുന്നത് 3 × 2 6, 6 × 2 12. ആൻസർ എഴുതുമ്പോൾ 12 ക്യൂബിക് സെന്റിമീറ്റർ അല്ലെങ്കിൽ 12 ഘന സെന്റിമീറ്റർ എന്ന് എഴുതണം. പേജ് നമ്പർ 38 നോക്കാം. ഓരോ കട്ടകളുടെയും ഉയരവും നീളവും വീതിയും ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വ്യാപ്തം കാണാം. 3 × 4 × 3. ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന പ്രകാരം ഉയരം ഇൻറ്റു നീളം ഇൻറ്റു വീതി അതാണ് ചെയ്യുന്നത്. 4 × 3 12, പിന്നെ 12 × 3 36 എന്ന് കിട്ടും. ആൻസർ കിട്ടുന്നത് 36 ക്യൂബിക് സെന്റിമീറ്റർ ആണ്. അടുത്ത പിക്ചർ നോക്കാം. ഇവിടെ കൂടുതൽ വിശദീകരണത്തിന്റെ ആവശ്യമില്ല. വോളിയം അഥവാ വ്യാപ്തം കാണാൻ 3 × 7 × 2. ആൻസർ കിട്ടുന്നത് 42 ക്യൂബിക് സെന്റിമീറ്റർ ആണ്, അല്ലെങ്കിൽ 42 ഘന സെന്റിമീറ്റർ ആണ്. അടുത്ത ചിത്രത്തിൽ എത്രയാണ് കിട്ടുന്നത് നോക്കാം. 2 × 3 × 2. ആൻസർ കിട്ടുന്നത് 12 ക്യൂബിക് സെന്റിമീറ്റർ ആണ്. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 40 ചില ഇമേജുകൾ നോക്കാം. വോളിയം കാണാൻ 1 × 7 × 4 വരുന്നത് 28 cc ആണ്. രണ്ടാമത്തെ ഇമേജിലേക്ക് പോയി കഴിഞ്ഞാൽ 3 × 6 × 3 54 ക്യൂബിക് സെന്റിമീറ്റർ ആണ് വരുന്നത്. മൂന്നാമത്തെ പിക്ചറിലേക്ക് പോയി കഴിഞ്ഞാൽ 5 × 5 × 5 125 ക്യൂബിക് സെന്റിമീറ്റർ ആണ് വരുന്നത്. നാലാമത്തെ പിക്ചർ 5 × 4 × 5 100 ക്യൂബിക് സെന്റിമീറ്റർ ആണ്. പേജ് നമ്പർ 40 മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഇവിടെ ഒരു ഇഷ്ടികയാണ് തന്നിരിക്കുന്നത്. അതിന് 21 സെന്റിമീറ്റർ നീളവും 15 സെന്റിമീറ്റർ വീതിയും 7 സെന്റിമീറ്റർ ഉയരവും ഉണ്ട്. അതിന്റെ വ്യാപ്തം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനിവിടെ റഫായിട്ടൊരു പിക്ചർ വരച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിന്റെ ആവശ്യമില്ല. യഥാർത്ഥത്തിൽ വോളിയം എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. അതായത് നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം. ഇവിടെ വ്യാപ്തം കാണാൻ 21 × 15 × 7. 21 × 15 വരുന്നത് 315 ആണ്. 315നെ 7 കൊണ്ട് ഗുണിച്ചാൽ 2205 ക്യൂബിക് സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇതേ പേജിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു സമചതുര കട്ടയാണ്. അതിന്റെ വശത്തിന്റെ നീളം തന്നിരിക്കുന്നത് 8 സെന്റിമീറ്റർ ആണ്. അതിന്റെ വ്യാപ്തം കാണണം. കൂടാതെ ഒരു ഘന സെന്റിമീറ്ററിന്റെ ഇരുമ്പിന്റെ ഭാരം തന്നിട്ടുണ്ട് 8 ഗ്രാം ആണെന്ന്. അങ്ങനെയാണെങ്കിൽ ആകെ കട്ടയുടെ ഭാരവും കൂടെ കാണണം. വോളിയം അഥവാ വ്യാപ്തം എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, അതായത് നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം. ഇവിടെ നമുക്ക് നീളവും വീതിയും ഉയരവും തന്നിരിക്കുന്നത് 8 സെന്റിമീറ്റർ ആണ്. അപ്പം വോളിയം കാണാൻ എന്താണ് ചെയ്യേണ്ടത്? 8 × 8 × 8. 8 × 8 64, 64 × 8 512. 512 ക്യൂബിക് സെന്റിമീറ്റർ എന്ന് ആൻസർ കിട്ടും. ഒരു ക്യൂബിക് സെന്റിമീറ്റർ അയണിന്റെ ഭാരം എന്ന് പറയുന്നത് 8 ഗ്രാം ആണ്. ഇവിടെ ക്യൂബിന്റെ ഭാരം കാണാൻ എന്താണ് ചെയ്യേണ്ടത്? 512 × 8. മനസ്സിലായില്ലേ? അതായത് ഒരു ക്യൂബിക് സെന്റിമീറ്ററിൻ്റെത്
8 ഗ്രാം ആണ്. അപ്പോൾ 512 ക്യൂബിക് സെന്റിമീറ്ററിന്റെ കാണാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? 512 ഇൻറ്റു 8. ആൻസർ കിട്ടുന്നത് 4096 ഗ്രാം ആണ്. പേജ് നമ്പർ 41 ഈ പട്ടിക കൂടി ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കാം. ഇവിടെ കുറച്ച് അളവുകൾ തന്നിട്ടുണ്ട്. വിട്ടുപോയ അളവുകൾ കണ്ടെത്തി പൂരിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. അതുകൊണ്ട് 3 ഇൻറ്റു 8 ഇൻറ്റു 7. ആൻസർ 168 ക്യൂബിക് സെന്റിമീറ്റർ എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യനും സെയിം തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ ചെയ്യാം 6 ഇൻറ്റു 4 ഇൻറ്റു 5. ആൻസർ കിട്ടുന്നത് 120 ക്യൂബിക് സെന്റിമീറ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ലെങ്ത്തും വിഡ്ത്തും തന്നിട്ടുണ്ട് അല്ലേ? അതിന് നമുക്ക് ഗുണിക്കാം 6 ഇൻറ്റു 4. പക്ഷെ ഹൈറ്റ് തന്നിട്ടില്ല. അതിന് പകരം വോളിയമാണ് തന്നത്. അപ്പോൾ നമുക്ക് ഹൈറ്റ് കാണാൻ വേണ്ടി ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് കിട്ടിയത് 24 ആണ്. അപ്പോൾ വോളിയത്തിനെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് 48നെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 കിട്ടും. അതായത് 2 സെന്റിമീറ്റർ ആണ് ആൻസർ. ഇതേപോലെ തന്നെ അടുത്തതും ചെയ്യാം. കാരണം ഇവിടെ തന്നിരിക്കുന്നത് ലെങ്ത്തും ഹൈറ്റുമാണ്, വിഡ്ത്ത് തന്നിട്ടില്ല. 2 ഇൻറ്റു 8 കിട്ടുന്നത് 16 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? 48 ഡിവൈഡഡ് ബൈ 16. ആൻസർ കിട്ടുന്നത് 3 സെന്റിമീറ്റർ ആണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് 2 ഇൻറ്റു 2 4 കിട്ടും. പിന്നെന്താണ് ചെയ്യേണ്ടത്? വോളിയത്തിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. വോളിയം 48 ആണ്. 48നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് 12 ആണ്. അപ്പോൾ 12 സെന്റിമീറ്റർ എന്ന ആൻസർ കിട്ടും. വളരെ സിമ്പിൾ അല്ലേ? അടുത്തതും ലെങ്ത് തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. 2 ഇൻറ്റു 4 കിട്ടുന്നത് 8 ആണ്. അപ്പോൾ നമുക്ക് 80 ഡിവൈഡഡ് ബൈ 8 ചെയ്ത് കഴിഞ്ഞാൽ 10 സെന്റിമീറ്റർ ആണ് ആൻസർ കിട്ടുന്നത്. ഏഴാമത്തെ ക്വസ്റ്റ്യനിൽ കാണേണ്ടത് വിഡ്ത്ത് ആണ്. ലെങ്ത് ഇൻറ്റു ഹൈറ്റ് നോക്കാം. 14 ഇൻറ്റു 5. എന്താണ് ആൻസർ കിട്ടുന്നത്? 70 ആണ്. പിന്നീട് എന്താണ് ചെയ്യേണ്ടത്? 210 ഡിവൈഡഡ് ബൈ 70. ആൻസർ കിട്ടുന്നത് 3 സെന്റിമീറ്റർ ആണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. തീർച്ചയായും കൂട്ടുകാർ ഈ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും ഒരു കമന്റ്, നിങ്ങളുടെ സംശയങ്ങളായാലും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായമായാലും കമന്റ് രേഖപ്പെടുത്തുക. കാരണം അത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്തും. See you, bye.